വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകം മുഴുവൻ ഈ സമയം അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അങ്ങയുടെ തിരുഹൃദയം തുറന്ന് തിരുരക്തം ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന യെശയ്യാ പ്രവചനത്തിലെ തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. അങ്ങയുടെ മുറിവുകളിൽ നിന്നും അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തം ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരെയും പൊതിയട്ടെ, സംരക്ഷിക്കുകയും സൗഖ്യം നൽകുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഓരോ വചനവും ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയ്ക്കട്ടെ. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു, ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. അങ്ങയുടെ വചനം ശ്രവിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് കാത്തിരിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക്, ഞങ്ങളുടെ ഇല്ലായ്മകളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുരക്തത്തിൻ്റെ അഭിഷേകമുള്ളവരായി, ആത്മാവ് നിറഞ്ഞവരായി അങ്ങ് നൽകുന്ന രക്ഷയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ, ഈ നിമിഷം വചനം ശ്രവിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 25 മുതലുള്ള തിരുവചന ഭാഗം ശ്രവിക്കാം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗ്രഹ വാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാം രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാൾ ഊരി ആത്മഹത്യക്കൊരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും സീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, പല ആവർത്തി നമ്മൾ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണല്ലോ തടവറയിലെ അത്ഭുതം എന്ന തലക്കെട്ടോടുകൂടി വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കാണുന്ന ഈ ഭാഗം. പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതത്തിൽ നടക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിടെ വചനം കുറിക്കുക. പൗലോസും സീലാസും യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ, പൗലോസും സീലാസും തങ്ങളുടെ വിശ്വാസം ജീവിക്കുമ്പോൾ അവർക്ക് വന്നു ഭവിക്കുന്ന ചില പ്രതിസന്ധികളാണ് അവിടെ ആരംഭത്തിൽ നാം കാണുക. പൗലോസിനെയും സീലാസിനെയും അവർ ഒരുപാട് പ്രഹരമേൽപ്പിച്ചു, ഒരുപാട് വേദന നൽകി. അതിനുശേഷം കാരാഗ്രഹത്തിൽ അടച്ചു. മാനസികമായ ക്ലേശങ്ങളിലൂടെ, ശാരീരികമായ വേദനകളിലൂടെ കടന്നു പോകുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് വചനം പറയുക.
പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷെ നാം ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് അവർ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ വേദനകൾക്ക് നടുവിൽ, ഈ ക്ലേശങ്ങളുടെ നടുവിൽ അവർ തീരുമാനിക്കുന്നു, ദൈവത്തിന് സ്തുതികീർത്തനം ആലപിക്കാം, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. അർദ്ധരാത്രിയോടടുത്ത സമയത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു എന്നാണ് 25-ാമത്തെ തിരുവചനം പറയുക. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ ദൈവത്തെ ഓർമ്മിക്കുന്നത് പോലും ഒഴിവാക്കാമായിരുന്ന ഒരു അവസ്ഥയിൽ, അതിന് കഴിയാനിടയില്ലാത്ത ഒരു അവസ്ഥയിൽ ഇതാ രണ്ടുപേരും തീരുമാനിക്കുന്നു, ഇപ്പോഴും തങ്ങളുടെ ആശ്രയം അത് ദൈവത്തിലാണ്, ഇപ്പോഴും തങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അത് ദൈവത്തിലാണ്. 37-ാം സങ്കീർത്തനം 24-ാം തിരുവചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല, കാരണം അവിടുന്ന് അവരുടെ കരം പിടിച്ചിട്ടുണ്ട്. പൗലോസിന് തൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഉറപ്പുണ്ടായിരുന്നു, തൻ്റെ അരികിൽ ഇപ്പോഴും കരം പിടിക്കാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നാമം വിളിക്കാൻ ഇരുവരും തീരുമാനിക്കുന്നു. വലിയ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അവിടെ ഒരു ഭൂകമ്പമുണ്ടാകുന്നു. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ മുഴുവൻ ഇളകുകയാണ്. കാരാഗ്രഹ വാതിലുകളെല്ലാം തുറക്കപ്പെടുകയാണ്. എല്ലാവരുടെയും മേലുണ്ടായിരുന്ന ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. വളരെ വലിയ ഒരു അത്ഭുതം അവരുടെ കൺമുൻപിൽ നടക്കുകയാണ്. ഒരു പക്ഷേ പൗലോസും സീലാസുമാണ് ദൈവത്തെ സ്തുതിച്ചതെന്ന് വചനം പറയുമ്പോഴും ആ സ്തുതികീർത്തനങ്ങൾ ശ്രവിച്ച മറ്റു മനുഷ്യർ അവരുടെ അരികിലുണ്ടായിരുന്നു. യേശുനാമം കാതുകളിൽ വന്ന് അലിഞ്ഞ കുറേ കാരാഗ്രഹത്തിൽ വസിച്ച മറ്റുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എല്ലാവരും വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന മനോഹരമായ ഒരു അനുഭവം. ഭൗതികമായി ഈ ചങ്ങലകൾ അഴിഞ്ഞു വീണു, പുറം കാഴ്ചയിൽ ഈ ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്ന് മാത്രമല്ല വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, മറിച്ച് പല വിധത്തിൽ ആന്തരികമായും അവർ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നു എന്ന് വേണം നാം തിരിച്ചറിയാൻ. ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ല. വലിയ വേദനകളിലൂടെ, ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ, വലിയ ഏകാന്തതയിലൂടെ ഒക്കെ കടന്നു പോകുന്ന കുറേ അധികം മനുഷ്യർ ഇതാ യേശുനാമം അവരുടെ കാതുകളിൽ അലിയുമ്പോൾ, യേശുനാമം അവരുടെ ഹൃദയത്തിൽ വന്ന് പതിയുമ്പോൾ, പ്രിയമുള്ളവരെ, ജീവിതം മുഴുവൻ മാറുന്ന, ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടുന്ന മനോഹരമായ ഒരു അനുഭവം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ തന്നെ 2-ാം അധ്യായം 21-ാം തിരുവചനം, വീണ്ടും റോമാലേഖനം 10-ാം അധ്യായം 13-ാം തിരുവചനം, 2 വചനവും ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ വസിക്കുന്ന അനുഭവമായിരിക്കാം, അതുപോലെയുള്ള ജീവിത അവസ്ഥകളാകാം, ഒറ്റപ്പെട്ടു പോയ ചില നിമിഷങ്ങളാകാം, ആരും കൂടെയില്ലാതെ ഏകാന്തതയിൽ കഴിയുന്ന ചില ദിവസങ്ങളാകാം. പ്രിയമുള്ളവരെ, എന്തുമാകട്ടെ, വചനം നിനക്കും നിന്റെ കുടുംബത്തിനും ഉറപ്പ് തരികയാണ്, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ ഉറപ്പായും നീ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. ഇവിടെ ഒരു ഭൂകമ്പമാണല്ലോ ഉണ്ടാവുക. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ഇളകി. ഒരു പക്ഷേ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതുപോലെയുള്ള ചില ചലനങ്ങൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടാകും. അത് ഭൂകമ്പമാകണമെന്നില്ല, മറിച്ച് ദൈവം വന്നു, ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട്, എൻ്റെ അരികിലുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചില അടയാളങ്ങൾ നമുക്ക് അവിടുന്ന് തരും. പ്രിയമുള്ളവരെ, അതൊരു പക്ഷേ ഒരു രോഗസൗഖ്യമാകാം, കുടുംബത്തിലെ തകർച്ചകൾ അകന്നു പോകുന്നതാകാം, ചിലപ്പോൾ കുടുംബത്തിൻ്റെ അധ്വാനത്തിൻ്റെ മേഖലകളിൽ അഭിവൃദ്ധി ലഭിക്കുന്നതാകാം. എന്തുമാകട്ടെ, ദൈവം നമ്മുടെ ഉള്ളിലൂടെ ചലിക്കുമ്പോൾ, ദൈവം നമ്മുടെ കുടുംബത്തിലൂടെ ചലിക്കുമ്പോൾ, അത് നമ്മൾ തിരിച്ചറിയുന്ന വിധം,
പ്രത്യക്ഷമായ ചില അടയാളങ്ങൾ അവിടുന്ന് നൽകും. ഉറപ്പായും അതുണ്ടാകും. ഇവിടെ അതൊരു ഭൂകമ്പം ആയിരുന്നു. ഇതാ ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. യെശയ്യായുടെ പുസ്തകം 51 അധ്യായം 6 തിരുവചനം അതിപ്രകാരമാണ്: ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് പ്രലോഭനങ്ങളുണ്ട്. ഈ ലോകത്തിൽ ആകൃഷ്ടരായി നാം ചെന്ന് പതിച്ചിട്ടുള്ള ചില ഗർത്തങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം പുറത്തേക്ക് വരണമെങ്കിൽ, അവിടെ നിന്നെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ അതിന് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ ചലിക്കേണ്ടതുണ്ട്. യേശു നൽകുന്ന രക്ഷ സ്വന്തമാക്കേണ്ടതുണ്ട്. അതാണ് ഇവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു എന്ന് നാം കാണുക. പലതരത്തിലുള്ള ചങ്ങലകളാകാം. ദുഃഖത്തിൻ്റെ, നിരാശയുടെ, ഒറ്റപ്പെട്ടു പോയ അവസ്ഥയുടെ, സാമ്പത്തികമായ തകർച്ചയുടെ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളുടെ, അങ്ങനെ പലതരത്തിലുള്ള ചങ്ങലകളാകാം. എന്തുമാകട്ടെ, അതെല്ലാം അഴിഞ്ഞു വീഴും. നീയും നിന്റെ കുടുംബവും പുതിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കും എന്നതാണ് വചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. ഇവിടെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ വന്ന് പൗലോസിന്റെ മുൻപിൽ മുട്ടുകുത്തി രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴും അതേ ഉത്തരം ഒന്നുകൂടി ഉറപ്പിച്ച് പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. 16 അധ്യായം 31 തിരുവചനം: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയമുള്ളവരെ, രക്ഷ പ്രാപിക്കണമെങ്കിൽ, സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ, ചങ്ങലകൾ അഴിഞ്ഞു വീഴണമെങ്കിൽ ഒറ്റ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 3 അധ്യായം 5 തിരുവചനം ഏറെ മനോഹരമായ ഒരു വചനമാണ്: നിന്റെ പൂർണ്ണമായ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. പൂർണ്ണമായ ഹൃദയത്തോടെ, ഒന്നും മാറ്റിവെക്കാതെ, നിനക്കായി ഒന്നും കരുതി വെക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ തന്നെ പദ്ധതികളിൽ, നിന്റെ തന്നെ സ്വപ്നങ്ങളിൽ ഒരിക്കലും ആശ്രയിക്കരുത് എന്നാണ് വചനം അവിടെ ഓർമ്മിപ്പിക്കുക. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം വലിയ വിടുതലിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം നൽകും. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 4 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സിനഗോഗിൽ പ്രവേശിച്ച് യേശു തൻ്റെ ദൗത്യം എന്താണ് എന്ന് മുൻപിലുള്ളവരോട് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. വ്യക്തമായി അവിടുന്ന് പറയുന്നുണ്ട് 18 മുതലുള്ള തിരുവചനങ്ങളിൽ: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. അത് തന്നെയാണല്ലോ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സംഭവിച്ചത്. ബന്ധിതരായിരുന്നവരെല്ലാം സ്വതന്ത്രരായി. പൗലോസും ശീലാസും വേദനകളുടെ മധ്യത്തിലും കാരാഗ്രഹത്തിൽ പോലും യേശുനാമത്തിൽ ആശ്രയിക്കുമ്പോൾ ബന്ധിതരായിരുന്നവരെല്ലാം സ്വതന്ത്രരായി. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാമൊക്കെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നവരാണ്, പാപസങ്കീർത്തനം നടത്തുന്നവരാണ്. കൂദാശ സ്വീകരിച്ച് ദൈവം നമ്മുടെ പാപം മോചിക്കുമ്പോൾ പോലും നമുക്ക് വീണ്ടും ഒരു വിടുതൽ ആവശ്യമാണ്. വീണ്ടും ഇതുപോലെ പ്രത്യക്ഷമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ആവശ്യമാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ അനുഭവമാണല്ലോ, നാം ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നു, അനുരഞ്ജന കൂദാശ സ്വീകരിക്കുന്നു, കൃപ സ്വീകരിക്കുന്നു. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷമോ ഒരു മാസത്തിന് ശേഷമോ വീണ്ടും പാപങ്ങൾ ഏറ്റുപറയാൻ ചെല്ലുമ്പോൾ നാം ഏതു പാപങ്ങളാണോ വേണ്ടെന്ന് വെച്ചത് അതേ പാപങ്ങൾ ഏറ്റുപറയേണ്ട അവസ്ഥ അത് പലരുടെയും ജീവിതത്തിലുണ്ട്. അവിടെ നിന്നും നമുക്ക് ഇതുപോലെ പ്രത്യക്ഷമായ ഒരു വിടുതൽ, പ്രത്യക്ഷമായ ഒരു മോചനം ആവശ്യമുണ്ട്. അതാണ് യേശു നമ്മെ ഓർമ്മിപ്പിക്കുക: ഞാൻ നിങ്ങൾക്ക് നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും.
പ്രിയമുള്ളവരെ, പാപങ്ങളിൽ തുടരാതെ, പാപങ്ങൾ ആവർത്തിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയണമെങ്കിൽ അവിടുന്ന് നൽകുന്ന ഇതുപോലെയുള്ള സ്വാതന്ത്ര്യം സ്വീകരിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഒക്കെ പടുത്തുയർത്തിയിട്ടുള്ള ചില അടിത്തറകളുണ്ട്. നമ്മുടെ കുടുംബം, നമ്മുടെ വ്യക്തി ജീവിതം, ഇതൊക്കെ നമ്മൾ പടുത്തുയർത്തിയിരിക്കുന്ന ചില സ്വകാര്യമായ അടിത്തറകളുണ്ട്. നമ്മുടെ തന്നെ പദ്ധതികളുടെ, സ്വപ്നങ്ങളുടെ. ദൈവം വരുമ്പോൾ, ദൈവം നമ്മുടെ ഉള്ളിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ ചലിക്കുമ്പോൾ ആ അടിത്തറകളെല്ലാം ഇളകി മാറും. ആ അടിത്തറകളെല്ലാം തകർക്കപ്പെടും. ദൈവം അവിടെ പുതിയ ഒരു അടിത്തറ നമുക്കായിട്ട് പണിതുയർത്തും. അതിനുവേണ്ടിയാണ് നാം ആഗ്രഹിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ദൈവമേ, പുതിയ ഒരു അടിത്തറ എൻ്റെ കുടുംബത്തിനും എൻ്റെ വ്യക്തി ജീവിതത്തിനും വേണ്ടി നീ ഒരുക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ, വിടുതലിൻ്റെ ഒരു അടിത്തറ, കാരാഗ്രഹത്തിൽ നിന്നും മോചനം നൽകുന്ന പുതിയ ഒരു അടിത്തറ, അത് നീ എനിക്കായി, എൻ്റെ കുടുംബത്തിനായി ഒരുക്കണമേ എന്ന് ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, എപ്പോഴാണ് യേശു പറയുന്ന അവിടുത്തെ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറുക? അത് നമ്മൾ പ്രലോഭനങ്ങളോട്, ഇത്തരം ചങ്ങലകളോട്, ലോകം ബന്ധിക്കുന്ന അവസ്ഥകളോട് വേണ്ട എന്ന് പറയുന്ന നിമിഷത്തിലാണ് സംഭവിക്കുക. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പരിശ്രമം ഉയരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെയും ലോകം നൽകുന്ന വേദനകളെയും മറികടക്കാൻ, യേശുനാമത്തിൽ ഞാൻ അതിനെ മറികടക്കും എന്നുള്ള ഒരു ഉറപ്പ് അത് ഉയരേണ്ടിയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ദൈവം അവിടെ കടന്നു വരും. അതാണല്ലോ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 12-ാം അധ്യായം 9-ാം തിരുവചനം പറയുക. പൗലോസ്ലീഹ തൻ്റെ ശരീരത്തിലെ മുള്ളിനെ കുറിച്ച് പറഞ്ഞ് ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ പൗലോസിന് ക്രിസ്തു നൽകുന്ന മനോഹരമായ മറുപടിയാണ് ആ വചനം. നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദൈവമഹത്വം, ദൈവശക്തി പ്രകടമാകുന്നത് നമ്മുടെ ബലഹീനതകളിലാണ്, നമ്മുടെ കുറവുകളിലാണ്, നമ്മുടെ പോരായ്മകളിലാണ്. അതാണ് യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം 40-ാം തിരുവചനവും ലാസറിൻ്റെ കുഴിമാടത്തെങ്കിൽ നിന്ന് യേശു പറയുന്ന വചനവും നമ്മെ ഓർമ്മിപ്പിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നീയും നിന്റെ കുടുംബവും ദൈവം മഹത്വം ദർശിക്കും, അവിടുത്തെ കൃപ ദർശിക്കും. അതാണ് അവിടുന്ന് നൽകുന്ന വാഗ്ദാനം. പ്രിയമുള്ളവരെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ, ഇങ്ങനെയുള്ള ചങ്ങലകൾ, ബന്ധിക്കപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകരുത് എന്ന് പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിച്ച് അവയെല്ലാം മറികടക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം നൽകും. അതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെയൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസ് ഒരുപാട് തിന്മകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. ആരംഭത്തിൽ ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ഈ ലോകത്തിൽ എന്തെല്ലാം സുഖസൗഭാഗ്യങ്ങൾ ആസ്വദിക്കാമോ അതെല്ലാം ആസ്വദിച്ച്, അതെല്ലാം ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതം. ആ മനുഷ്യൻ്റെ അമ്മയുടെ, മാതാവായ മോനിക്കയുടെ കണ്ണുനീരാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയ പരിവർത്തനത്തിന് ഇടയാക്കിയതെന്ന് നമുക്കറിവുള്ളതാണല്ലോ. അങ്ങനെ മാറിയ അഗസ്തീനോസ്, രൂപാന്തരപ്പെട്ട അഗസ്തീനോസ് ദൈവസന്നിധിയിൽ ബ്രഹ്മചര്യം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ദ്രിയ നിഗ്രഹത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കും. പക്ഷേ അപ്പോഴും അഗസ്തീനോസിൻ്റെ ഉള്ളിൽ ഈ ലോകത്തോടുള്ള അതിയായ ആഗ്രഹം, പ്രലോഭനങ്ങളിൽ വഴിപ്പെടാനുള്ള അതിയായ ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പറയും, ഇന്നിത് വേണ്ട, എനിക്ക് നിന്റെ കൃപ ഇന്ന് വേണ്ട, മറ്റൊരു നാൾ മതി, ഞാൻ അല്പം കൂടി ആസ്വദിക്കട്ടെ, ഞാൻ അല്പം കൂടി ഈ ലോകത്തോട് ചേർന്ന് നിൽക്കട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ അഗസ്തീനോസിൻ്റെ ഉള്ളിൽ അപ്പോഴും ഈ ലോകത്തോട് ഒരു ബന്ധം നിലനിന്നത് കൊണ്ട് ദൈവകൃപ, ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം, വിടുതൽ അനുഭവിക്കാൻ കഴിയാത്ത ദിനങ്ങളിലൂടെയാണ് അന്ന് ആ മനുഷ്യൻ കടന്നുപോയത്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് പിന്നീടൊരിക്കൽ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു,
ഇനി എനിക്കിത് വേണ്ട. ഈ ലോകം നൽകുന്ന സൗഭാഗ്യം, ഈ ലോകം നൽകുന്ന സന്തോഷം, ഈ ലോകം നൽകുന്ന ചില തെറ്റായ സ്വാതന്ത്ര്യം, അത് എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ ദൈവത്തെ വേണമെന്ന് എപ്പോൾ അഗസ്തീനോസ് പൂർണ്ണ ഹൃദയത്തോടെ ആഗ്രഹിച്ചോ, പ്രിയമുള്ളവരെ, ആ നിമിഷം മുതൽ ഒരു വിശുദ്ധനായി ആ മനുഷ്യൻ മാറുകയാണ്. കാരണം ദൈവമൊപ്പമുള്ള, ദൈവം സംരക്ഷിക്കുന്ന, ദൈവം വഴി നടത്തുന്ന മനോഹരമായ ഒരു അനുഭവത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രത്യേക സന്തോഷം, തിന്മയുടെ സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ വഴിയിലൂടെ നടക്കുന്നതിൻ്റെ ഒരു ആനന്ദം അതിനുമേൽ വേണ്ട. ഈ ലോകം നൽകുന്ന ചില സ്വകാര്യമായ സംതൃപ്തികൾ അതെനിക്ക് ആവശ്യമില്ല എന്ന് എപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക്, നിന്റെ കുടുംബത്തിന് പറയാൻ കഴിയുന്നോ, അപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്ന അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ഹൃദയ പരിവർത്തനത്തിന് തൻ്റേതായ ഒരു ശ്രമം കൂടി നടത്തേണ്ടതുണ്ട് എന്ന് ഇങ്ങനെയുള്ള വിശുദ്ധരുടെയും അനുഭവം, പല വിശുദ്ധരുടെ അനുഭവങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വിടുതൽ വേണം, ഈ ഒരു അവസ്ഥയിൽ നിന്നും മോചനം വേണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം എപ്രകാരമാണ് എന്നുകൂടി പരിശോധിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അതാണല്ലോ ലൂക്കാ സുവിശേഷം 13-ാം അധ്യായം 24-ാം തിരുവചനം നമ്മോട് ഇങ്ങനെ പറയും: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ, അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുവിൻ. വിശാലമായ വഴിയിൽ അവിടെ ഒരുപക്ഷെ ചങ്ങലകളുടെ അനുഭവം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നില്ല. വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികൾ അവസാനമാണ് തിരിച്ചറിയുക ഇതെല്ലാം ഒരു ബന്ധനമാണ്. പക്ഷേ ഇടുങ്ങിയ വഴിയിലൂടെ, ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആദ്യം അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും അത് ചെന്നെത്തുക വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ, വലിയ വിടുതലിൻ്റെ അനുഭവത്തിലേക്കാണ്. പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതം, പ്രിയമുള്ളവരെ, അത് തന്നെയാണ് അവരുടെ അനുഭവം, അവരുടെ ജീവിതം നമ്മെയും പഠിപ്പിക്കുക. കാരണം കാരാഗ്രഹത്തിൽ ഇത്രയധികം മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് വെറും ഭൗതികമായ, വെറും പ്രത്യക്ഷത്തിൽ ചങ്ങലകൾ അഴിഞ്ഞു വീണ ഒരു സ്വാതന്ത്ര്യമായി നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് ദൈവാനുഭവം ലഭിച്ചതിൻ്റെ, തിന്മകളെ മറികടക്കാൻ കഴിഞ്ഞതിൻ്റെ, തകർച്ചകളിൽ നിന്നും ഉയരാൻ കഴിഞ്ഞതിൻ്റെ, ചില തിന്മകൾ ഉളവാക്കുന്ന വേദനകൾ ഇല്ലാതായതിൻ്റെ ഒക്കെ ഒരു സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും വളരാൻ, ഉയരാൻ കഴിയണം എന്നുള്ള ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ദൈവത്തെ നമ്മുടെ ഉള്ളിലൂടെ ചലിക്കാൻ അനുവദിക്കണം. അങ്ങനെ ദൈവം ചലിക്കുമ്പോൾ എനിക്ക് ഞാൻ പണിതുയർത്തിയ ഈ അടിത്തറകളൊന്നും ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചു പറയാനും നമുക്ക് കഴിയണം. അപ്പോൾ ദൈവം പുതിയ അടിത്തറകൾ, പുതിയ ഭവനങ്ങൾ നമുക്കായി പണിതുയർത്തും. ദൈവം പുതിയ സ്വാതന്ത്ര്യം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിറയ്ക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എത്ര വലിയ വേദനകളിലും യേശുനാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാൻ നമുക്ക് കഴിയട്ടെ. അത് വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ദൈവാനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.